ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AD അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആട് സിനിമയെക്കുറിച്ചാണ്. സോ വീഡിയോയിലേക്ക് പോവാം. ജയസൂര്യയെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് 2015 റിലീസായ സിനിമയാണ് ആടൊരു ഭീകര ജീവിയാണ്. ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമയായിരുന്നു. മാത്രമല്ല മലയാളത്തിലെ തന്നെ ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ കൂടിയായിരുന്നു ആട്. ജയസൂര്യ ആയിക്കോട്ടെ, പ്രൊഡ്യൂസർ വിജയ് ബാബു ആയിക്കോട്ടെ, ഡയറക്ടർ മിഥുൻ മാനുവൽ തോമസ് ആയിക്കോട്ടെ, എല്ലാവരും ഭയങ്കര കോൺഫിഡൻറ്റോടെ ചെയ്തൊരു സിനിമ കൂടിയായിരുന്നു ആട്. എല്ലാവർക്കും ഈ ഒരു സിനിമ വർക്കാവുന്നത് തന്നെയായിരുന്നു പ്രതീക്ഷ. എന്നാൽ സിനിമ റിലീസായപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് തല കുത്തനെ വീണു പോയൊരു സിനിമയായി മാറി ആടെന്ന സിനിമ. അപ്പോൾ എങ്ങനെ ആടെന്ന സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പായി മാറി? നമുക്ക് അനാലിസിസിലേക്ക് കിടക്കാം. 2015 പുറത്തിറങ്ങിയ ആടെന്ന ഈ ഒരു സിനിമ ഫുൾ ആൻഡ് ഫുൾ ഒരു എക്സ്പെരിമെൻ്റൽ സിനിമയായിരുന്നു. കാരണം ഒരു മൾട്ടി സ്റ്റാർ പടം, അതും സീരിയസ് ആയിട്ടുള്ളതല്ല, ഫുൾ ആൻഡ് ഫുൾ ഡാർക്ക് കോമഡി മിക്സ് ചെയ്ത ഒരു സിനിമ. സിനിമയുടെ ടെക്നിക്കൽ സൈഡ് നോക്കിയാലും എല്ലാം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അതുമാത്രമല്ല ആടെന്ന സിനിമയുടെ എഡിറ്റിംഗ് ആയാലും ഒരു എക്സ്പെരിമെൻ്റൽ ടൈപ്പ് തന്നെയായിരുന്നു. ഇത് പ്രൊഡ്യൂസറായിട്ടുള്ള വിജയ് ബാബു അടക്കം ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഈ ഒരു സിനിമ ആ ഒരു ടൈമിൽ ഒരാൾക്കും കണക്റ്റ് ആവാണ്ട് പോയൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് ഫുൾ ആൻഡ് ഫുൾ നെഗറ്റീവ് റെസ്പോൺസ് വന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ ഓഡിയൻസ് ഇതേപോലുള്ള ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഡാർക്ക് കോമഡി മിക്സ് ചെയ്ത് വരുന്ന ഒരു മൾട്ടി സ്റ്റാർ സിനിമ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പലർക്കും ഈ ഒരു സിനിമ കണക്റ്റ് ആവാണ്ട് പോയത്. പിന്നീട് ഈ ഒരു സിനിമയ്ക്ക് ഫാൻ ബേസ് ഉണ്ടായത് സിനിമയുടെ തിയേറ്റർ റണ്ണിനെല്ലാം ശേഷം സിനിമ TV-യിലും CD ആയിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും നമ്മൾ ഓഡിയൻസ് ഏറ്റെടുത്തു. വലിയ രീതിയിലുള്ള ഫാൻ ബേസ് പിന്നീട് ആടെന്ന ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായി. TV-യിലും സോഷ്യൽ മീഡിയയിലൊക്കെ സിനിമ വന്നതോടെ ഫുൾ ആൻഡ് ഫുൾ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ചിന്തയും ഡയറക്ടറുടെയും പ്രൊഡ്യൂസറുടെയും മനസ്സിൽ വന്നു. അങ്ങനെയാണ് പിന്നീട് ആട് 2 സംഭവിച്ചത്. ശരിക്കും ആട് ഫസ്റ്റ് തിയേറ്ററിൽ റിലീസായ ടൈമിൽ നമ്മൾ ഇന്ന് കാണുന്ന വെർഷൻ ആയിരുന്നില്ല അത്. ഫസ്റ്റ് വെർഷൻ തിയേറ്ററിൽ കണക്റ്റ് ആവാണ്ട് പോയപ്പോൾ അവർ വീണ്ടും അത് റീസെൻസേർഡ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. റിലീസായതിൻ്റെ 5-ാമത്തെ ദിവസം പുതിയ വെർഷൻ, അതായത് നമ്മൾ ഇന്ന് കാണുന്ന വെർഷനാണ് അവർ വീണ്ടും തിയേറ്ററിൽ റീസെൻസേർഡ് ചെയ്ത് റിലീസ് ചെയ്തത്. ശരിക്കുമുള്ള ആട് സിനിമയുടെ വെർഷൻ ഇന്നും അവർ പുറത്ത് വിട്ടിട്ടില്ല. റീസെൻസേർഡ് ചെയ്ത പുതിയ വെർഷനാണ് നമ്മൾ ഇന്നും TV-യിലുമൊക്കെ കാണുന്നത്. അങ്ങനെ തിയേറ്ററിൽ പൊട്ടിപ്പാളീസായി പോയ സിനിമ TV-യിലും സോഷ്യൽ മീഡിയയിലും വന്ന് വൻ ഫാൻ ബേസും ഫുൾ ആൻഡ് ഫുൾ പോസിറ്റീവ് റെസ്പോൺസും കിട്ടിക്കഴിഞ്ഞപ്പോൾ കാലം തെറ്റിയിറങ്ങിയ സിനിമ എന്ന ലിസ്റ്റിലേക്ക് ആട് സിനിമയെയും നമ്മൾ ഓഡിയൻസ് നേരെ കൊണ്ടുപോയിട്ടു. സ്ഥിരം മലയാളി പരിപാടി. എനിക്ക് പേഴ്സണലി ആടെന്ന സിനിമ ഭയങ്കരമായിട്ട് വർക്കൗട്ടായ സിനിമയാണ്. അതിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും നമ്മളെ മനസ്സിൽ തട്ടുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതിപ്പോൾ ഷാജി പാപ്പൻ ആയിക്കോട്ടെ, ഡ്യൂഡ് ആയിക്കോട്ടെ, അറക്കലബു ആയിക്കോട്ടെ, ക്ലീറ്റസ് ആയിക്കോട്ടെ, സാത്താൻ സേവിയർ, സർബത്ത് ഷമീർ, ചെമ്പ വിനോദിൻ്റെ ക്യാരക്ടർ, ഇന്ദ്രൻ സേട്ടൻ്റെ ക്യാരക്ടർ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീരൂല. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയ ഒരാൾ, നമ്മുടെ സ്വന്തം പിങ്കിയാടും സിനിമയിൽ തകർത്തിരുന്നു. അന്നേ വരെ നമ്മുടെ മലയാളി ഓഡിയൻസ് കണ്ടിട്ടില്ലാത്ത ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സംഭവം തന്നെയായിരുന്നു ആട്. ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ്. കാരണം ഇതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനും സെപ്പറേറ്റ് ഫാൻ ബേസും ഉണ്ട്. അതുപോലെ തന്നെ സിനിമയിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രിയും സെപ്പറേറ്റ് ആയിട്ടുള്ള BGMസും എല്ലാം കൊണ്ടും വന്നവരും നിന്നവരും എല്ലാവരും അഴിഞ്ഞാടിയ ഒരു സിനിമ തന്നെയാണ് ആടെന്ന സിനിമ. ഈ ഒരു സിനിമ പണ്ട് പലർക്കും കണക്റ്റ് ആവാണ്ട് പോയതിന് റീസൺ ചിലപ്പോൾ ഇതൊരു മാസ് സിനിമയായിട്ടായിരിക്കും പലരും പ്രതീക്ഷിച്ച് പോയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഈ ഒരു ജോണർ പലർക്കും കണക്റ്റ് ആയിട്ടുണ്ടാവില്ല. കാരണം ഫുൾ ആൻഡ് ഫുൾ ഒരു ഡാർക്ക് കോമഡി പിടിച്ചു പോകുന്നൊരു സിനിമയാണല്ലോ. കൂടുതലും ഇതൊരു റോഡ് മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ആടെന്ന ഈ ഒരു സിനിമയിൽ എനിക്ക് പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സിനിമയിലെ സോങ്സ് ആയിക്കോട്ടെ, BGMs ആയിക്കോട്ടെ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതും ഓരോ ക്യാരക്ടേഴ്സിൻ്റെ സെപ്പറേറ്റ് BGMs. ഷാൻ റഹ്മാൻ വേറെ ലെവലിൽ തന്നെയാണ് സിനിമയിൽ സോങ്സും BGMസും ചെയ്ത് വെച്ചിട്ടുള്ളത്. മെയിനായിട്ട് ആ ഒരു വടംവലി സോങ്
ഇപ്പം കേട്ട് കഴിഞ്ഞാലും രോമാഞ്ചമാണ്. പിന്നെ ഈ ഒരു സിനിമയുടെ മെയിനായിട്ടുള്ള ആ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് നീലക്കൊടുവേലിയാണ്. അന്നത്തെ കാലത്ത് ആ ഒരു സംഭവത്തിനെക്കുറിച്ച് ആർക്കും കേട്ടറിവ് പോലും ഉണ്ടാവില്ല. സോ അതിനെ ബേസ് ചെയ്ത് നടക്കുന്ന ഒരു സ്റ്റോറിയൊക്കെ ആയതുകൊണ്ടായിരിക്കാം പലർക്കും ഇത് കണക്റ്റ് ആവാണ്ട് പോയത്. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സിനിമ നല്ല രീതിയിൽ കണക്റ്റ് ആയതാണ്. ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഇന്നലത്തെ ത്രീ കിങ്സ് ഒക്കെ പോലെ ടി വിയിൽ വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ എത്ര വട്ടം വേണമെങ്കിലും വന്നോട്ടെ, നമ്മളൊക്കെ ഇരുന്ന് കാണും, റിപ്പീറ്റ് അടിച്ച് കാണും. ആ ലെവല് റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമ തന്നെയാണ് ആടെന്ന സിനിമ. വന്നവരും നിന്നവരും പോയവരും അഴിഞ്ഞടിയെന്ന് തന്നെ നമുക്കിതിൽ പറയാൻ സാധിക്കും. എല്ലാ ക്യാരക്ടേഴ്സും ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. സിനിമയിലെ ക്യാരക്ടേഴ്സ് ആയാലും ഫുള്ള് വെറൈറ്റി സംഭവം തന്നെയായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സിന് കൊടുത്ത എൻട്രി ആയിക്കോട്ടെ, BGMs ആയിക്കോട്ടെ, അതുപോലെ അവർക്ക് കൊടുത്ത ആ ഒരു ബിൽഡപ്പ് എല്ലാം അതിഗംഭീരം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ സിനിമയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഫുൾ ആൻഡ് ഫുൾ എക്സ്പെരിമെൻ്റൽ രീതിയിൽ തന്നെയായിരുന്നു. അതിപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയായിരിക്കാം മെയിനായിട്ട് ഈ സിനിമ അന്നത്തെ കാലത്ത് പലർക്കും കണക്റ്റ് ആവാണ്ട് പോയത്. കാരണം ഈ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഭൂലോക മണ്ടന്മാരാണ്. ഭൂലോക മണ്ടന്മാരുടെ ഒരു കഥ പറയുന്ന സിനിമ തന്നെയാണ് ആടെന്ന സിനിമ. സോ ഇതിലെ ക്യാരക്ടേഴ്സ് അടക്കം ഈ അവസ്ഥയായതുകൊണ്ട് തന്നെ അന്നത്തെ ഓഡിയൻസിന് ഇതൊന്നും ദഹിക്കില്ല എന്ന് 100% ഉറപ്പാണ്. അതുതന്നെയാണ് ഈ ഒരു സിനിമയുടെ ഫ്ലോപ്പിന് കാരണം. എന്നാൽ എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമ പരാജയപ്പെട്ടതിന് കാരണം എന്ന് പറയുന്നത് കാലം തെറ്റി ഇറങ്ങിയത് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ആട് 2 ഒരിക്കലും വിജയിക്കില്ലായിരുന്നു. ആട് തിയേറ്റർ റിലീസിന് ശേഷം DVD ഒക്കെ ആയി വന്നപ്പോഴാണ് സിനിമയ്ക്ക് ഫാൻ ബേസ് കൂടിയത്. അങ്ങനെയാണ് ആട് 2 വേണമെന്നുള്ള ഫാൻസിൻ്റെ ആവശ്യപ്രകാരം വിജയ് ബാബുവും മിഥുൻ മാനുവൽ തോമസും കൂടി ആട് 2വിൻ്റെ സ്ക്രിപ്റ്റ് റെഡിയാക്കുന്നതും പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം ആട് 2 റിലീസാവുന്നതും. ആട് 2 അന്നത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു. ആട് ഫസ്റ്റിൻ്റെ ക്ഷീണവും കൂടി ആട് 2വിൽ അവരെല്ലാവരും അങ്ങ് വന്ന് തീർത്തിട്ട് പോയി. ഇപ്പോഴിതാ ആട് 3യും ഓൺ ദ വേ ആണ്. അതിലാണെങ്കിൽ ഒരു പുതിയ ജോണർ ഷിഫ്റ്റും കൂടി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോംബീസ് ആണെന്നൊക്കെ കേൾക്കുന്നുണ്ട്, കൺഫേം ഒന്നുമല്ല. അപ്പോൾ ആടെന്ന സിനിമയുടെ ഫ്ലോപ്പിൻ്റെ ഒരേ ഒരു കാരണം ഇതൊരു എക്സ്പെരിമെൻ്റൽ സിനിമയായിരുന്നു. മാത്രമല്ല ഇതിലെ കോമഡീസ് ആയിക്കോട്ടെ, അതുപോലെ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, അതൊന്നും അന്നത്തെ കാലത്ത് ആർക്കും കണക്റ്റ് ആയില്ല. പിന്നെ സിനിമ ഇറങ്ങിയ ആ ഒരു ടൈമും അതും തന്നെയായിരുന്നു സിനിമയെ മെയിനായിട്ട് ബാധിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ആടെന്ന സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ആട് സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.